6:24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ആദ്യം ഓരോരുത്തരിലും ഈ മന്ത്രം പൊടിച്ച് അതായത് മഹീനമാക്കി ഉറപ്പിക്കൂ. നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. ചോദ്യം: സത്യമായ സേവനം എന്താണ്? അത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉത്തരം: ഭാരതം പതീതമായിരിക്കുകയാണ്. അതിനെ പാവനമാക്കുക. ഇത് തന്നെയാണ് സത്യമായ സേവനം. ലോകർ ചോദിക്കുന്നു, നിങ്ങൾ ഭാരതത്തിൻ്റെ എന്ത് സേവനം ചെയ്യുന്നു? നിങ്ങൾ അവരോട് പറയൂ, നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് ഭാരതത്തിൻ്റെ ആത്മീയ സേവനം ചെയ്യുന്നു. അതിലൂടെ ഭാരതം ഡബിൾ കിരീടധാരി ആകുന്നതിനായി. ഭാരതത്തിൽ പീസും പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. ഏറ്റവും ആദ്യത്തെ പാഠമാണ് കുട്ടികളെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ, അഥവാ മന്മനാഭവ. ഇത് സംസ്കൃത വാക്കാണ്. ഇപ്പോൾ കുട്ടികൾ സർവീസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ തന്നെ അവരെ അൽഫിനെ കുറിച്ച് പഠിപ്പിക്കണം. ആരെങ്കിലും വരുമ്പോൾ ശിവ് ബാബയുടെ ചിത്രത്തിന് മുന്നിൽ കൊണ്ടുവരണം, മറ്റേതെങ്കിലും ചിത്രത്തിന് മുന്നിലല്ല. ആദ്യം ബാബയുടെ ചിത്രത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവരോട് പറയണം, ബാബു പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളുടെ സുപ്രീം പിതാവുമാണ്, സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. എല്ലാവരെയും ഈ പാഠം പഠിപ്പിക്കണം. തുടങ്ങേണ്ടത് തന്നെ അവിടെ നിന്നുമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. കാരണം നിങ്ങൾ പതീതമായിരിക്കുകയാണ്. വീണ്ടും പാവനവും സദോ പ്രധാനവുമാകണം. ഈ പാഠത്തിൽ എല്ലാ കാര്യങ്ങളും വരുന്നു. എന്നാൽ എല്ലാവരുമൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. ബാബു പറയുന്നു, ആദ്യം ശിവ് ബാബയുടെ ചിത്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഇത് പരിധിയില്ലാത്ത ബാബയാണ്. ബാബു പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. അപ്പോൾ തോണി അക്കരെ എത്തും. ഓർമ്മിച്ച് പവിത്ര ലോകത്തിൽ എത്തുക തന്നെ വേണം. ഈ പാഠം ഏറ്റവും കുറഞ്ഞത് 3 മിനിറ്റ് അടിക്കടി ഉറപ്പിക്കണം. ബാബയെ ഓർമ്മിച്ചുവോ? ബാബയുമാണ്. രചനയുടെ രചയിതാവുമാണ്. രചനയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നു. കാരണം മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ആദ്യം ഈ നിശ്ചയം വരുത്തണം. ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? ഈ നോളജ് ബാബ തന്നെയാണ് നൽകുന്നത്. നമ്മളും ബാബയിൽ നിന്നും നോളജ് എടുത്തു. അത് താങ്കൾക്ക് നൽകുന്നു. ആദ്യം ഈ മന്ത്രം ഉറപ്പിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ സന്നാദ്ധരാകും. ഇതിന്മേൽ തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്. ഇത് മനസ്സിലാക്കാത്തത് വരെയും പാദം മുന്നോട്ടാക്കുകയും ചെയ്യരുത്. ഇങ്ങനെ ബാബയുടെ പരിചയത്തിൻ്റെ 2-4 ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന്മേൽ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നതിലൂടെ അവരുടെ ബുദ്ധിയിൽ വരും, നമുക്ക് ബാബയെ ഓർമ്മിക്കണം. ആ ഒന്ന് സർവശക്തിവാനാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ പാപം ഇല്ലാതാകും. ബാബയുടെ മഹിമ ക്ലിയറാണ്. ആദ്യം ഇത് തീർച്ചയായും മനസ്സിലാക്കിച്ചു കൊടുക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറക്കൂ. ഞാൻ സിക്കുകാരനാണ്, ഇന്നയാളാണ്. ഇതുപേക്ഷിച്ച് ഒരു പിതാവിനെ ഓർമ്മിക്കണം. ആദ്യം ബുദ്ധിയിൽ ഈ മുഖ്യ കാര്യം ഇരുത്തൂ. ആ ബാബ തന്നെയാണ് പവിത്രതയുടെ, സുഖത്തിൻ്റെ, ശാന്തിയുടെ സമ്പത്ത് നൽകുന്നവൻ. ബാബ തന്നെയാണ് ക്യാരക്ടേഴ്സ് നന്നാക്കുന്നവൻ. അപ്പോൾ ബാബയ്ക്ക് ചിന്ത വന്നു, ആദ്യ പാഠം ഈ രീതിയിൽ ഉറപ്പിക്കുന്നില്ല. അത് തീർത്തും ആവശ്യമായതാണ്. എത്രത്തോളം ഇത് നല്ല രീതിയിൽ പൊടിക്കുമോ അത്രയും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കും. ബാബയുടെ പരിചയത്തിന് 5 മിനിറ്റ് എടുത്താൽ പോലും പിന്മാറരുത്. വളരെ താല്പര്യത്തോടെ ബാബയുടെ മഹിമ കേൾക്കും. ബാബയുടെ ഈ ചിത്രം മുഖ്യമായതാണ്.
ക്യൂ മുഴുവനും ഈ ചിത്രത്തിൻ്റെ മുന്നിലുണ്ടായിരിക്കണം. ബാബയുടെ സന്ദേശം സർവർക്കും നൽകണം. പിന്നെയാണ് രചനയുടെ നോളജ്, ഈ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത്. ഏതുപോലെ മസാല പൊടിച്ച് പൊടിച്ച് പൂർണ്ണമായും മഹീനം ആക്കാറുണ്ടല്ലോ. നിങ്ങൾ ഈശ്വരീയ മിഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ ഓരോരോ കാര്യവും ബുദ്ധിയിൽ ഇരുത്തണം. കാരണം ബാബയെ അറിയാത്തത് കാരണം എല്ലാവരും അനാഥരായിരിക്കുന്നു. പരിചയം നൽകണം. ബാബ സുപ്രീം പിതാവാണ്, സുപ്രീം ടീച്ചറാണ്, സുപ്രീം ഗുരുവാണ്. മൂന്നും പറയുന്നതിലൂടെ പിന്നെ സർവവ്യാപിയുടെ കാര്യം ബുദ്ധിയിൽ നിന്നും മാറിപ്പോകും. ഇത് ആദ്യം ബുദ്ധിയിലിരുത്തൂ. ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകാൻ സാധിക്കുന്നത്. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. സദോ പ്രധാനമാകണം. നിങ്ങൾ അവർക്ക് ബാബയുടെ ഓർമ്മ വരുത്തുമ്പോൾ ഇതിൽ നിങ്ങൾ കുട്ടികളുടെയും മംഗളമുണ്ട്. നിങ്ങളും മന്മനാഭവ ആയി ഇരിക്കും. നിങ്ങൾ സന്ദേശവാഹകരാണ്. അപ്പോൾ ബാബയുടെ പരിചയം നൽകണം. ബാബ നമ്മുടെ പിതാവുമാണ്, ടീച്ചറും ഗുരുവുമാണ് എന്നതിൻ്റെ അറിവുള്ള ഒരു മനുഷ്യനുമില്ല. ബാബയുടെ പരിചയം കേൾക്കുന്നതിലൂടെ അവർ വളരെയധികം സന്തോഷിക്കും. ഭഗവാൻ വാച, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഇതും നിങ്ങളാണ് അറിയുന്നത്. ഗീതയോടൊപ്പം പിന്നെ മഹാഭാരത യുദ്ധവും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റേതെങ്കിലും യുദ്ധത്തിൻ്റെ കാര്യമേ ഇല്ല. നിങ്ങളുടെ യുദ്ധം തന്നെ ബാബയെ ഓർമ്മിക്കുന്നതിലാണ്. പഠനം വേറെയാണ്, ബാക്കി യുദ്ധമുള്ളത് ഓർമ്മയിലാണ്. കാരണം എല്ലാവരും ദേഹാഭിമാനിയാണ്. നിങ്ങളിപ്പോൾ ദേഹി അഭിമാനി ആകുന്നു. ബാബയെ ഓർമ്മിക്കുന്നവരാണ്. ആദ്യം ഇത് ഉറപ്പിക്കൂ. ആ ഒന്ന് പിതാവും ടീച്ചറും ഗുരുവുമാണ്. ഇപ്പോൾ നമ്മൾ ആ ഒന്നിൻ്റേത് കേൾക്കണമോ അതോ നിങ്ങളുടേത് കേൾക്കണമോ? ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ശ്രീമത്ത് അനുസരിച്ച് നടക്കണം, ശ്രേഷ്ഠമാകുന്നതിനായി. നമ്മൾ ഈ സേവനം ചെയ്യുന്നു. ഈശ്വരീയ മതമനുസരിച്ച് നടക്കൂ. അപ്പോൾ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ബാബയുടെ ശ്രീമത് ഇതാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. സൃഷ്ടിചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കുന്നു. ഇതും ആ ഒന്നിൻ്റെ മതമാണ്. നിങ്ങളും പവിത്രമാകും. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബ പറയുന്നു, ഞാൻ കൂടെ കൊണ്ടുപോകും. ബാബ പരിധിയില്ലാത്ത ആത്മീയ വഴികാട്ടിയുമാണ്. ആ ഒന്നിനെ വിളിക്കുന്നു, ഹേ പതീത പാവന, നമ്മളെ പാവനമാക്കി ഈ പതീത ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ. അവർ ഭൗതിക വഴികാട്ടികളാണ്. ഇത് ആത്മീയ വഴികാട്ടിയാണ്. ശിവ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ബാബ കുട്ടികളായി നിങ്ങളോട് പറയുന്നു, നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ഇതിൽ സ്വയം തന്നെ ക്ഷീണിതരാക്കേണ്ട ആവശ്യമേ ഇല്ല. ബാബ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ രാവിലെ വന്ന് ഇരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ക്ഷീണിച്ചു പോകുന്നുണ്ടാകും. ഇത് സഹജ മാർഗമാണ്. ബലം പ്രയോഗിച്ച് ഇരിക്കേണ്ടതില്ല. ചുറ്റി സഞ്ചരിക്കാം. ചുറ്റി സഞ്ചരിച്ചാലും ചുറ്റിക്കറങ്ങിയാലും വളരെ താല്പര്യത്തോടെ ബാബയെ ഓർമ്മിക്കൂ. ഉള്ളിൽ നിന്നും ബാബ ബാബ എന്നതിൻ്റെ വളരെ ഉത്സാഹം വരണം. ഉത്സാഹം വരുന്നത് എല്ലായ്പ്പോഴും ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ്. ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങൾ നീക്കം ചെയ്യണം. ബാബയോട് അതിസ്നേഹം ഉണ്ടായിരിക്കണം. ആ അതീന്ദ്രിയ സുഖം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണം. എപ്പോഴാണോ നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ മുഴുകുന്നത്, അപ്പോൾ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറുന്നത്. പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് അതിരുണ്ടായിരിക്കില്ല. ഈ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് വർണ്ണിക്കുന്നത്. അതിനാലാണ് ഈ മഹിമയുള്ളത്. ആരെയാണോ പിതാവായ ഭഗവാൻ പഠിപ്പിക്കുന്നത്, ആ ഗോപികമാരോട് അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ചോദിക്കൂ. ഭഗവാൻ വാച, എന്നെ ഓർമ്മിക്കൂ. ബാബയുടെ തന്നെ മഹിമ പറഞ്ഞു കൊടുക്കണം. സദ്ഗതിയുടെ സമ്പത്ത് ഒരു ബാബയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും തീർച്ചയായും സദ്ഗതി ലഭിക്കുന്നു.
ആദ്യം എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. ബാബ നമുക്ക് സദ്ഗതി നൽകിക്കൊണ്ടിരിക്കുന്നു. ശാന്തിധാമം, സുഖധാമം എന്നേതിനെയാണ് പറയുന്നത് എന്നത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശാന്തിധാമത്തിൽ എല്ലാ ആത്മാക്കളും വസിക്കുന്നു. അത് സ്വീറ്റ് ഹോമാണ്, സൈലൻസ് ഹോമാണ്, ടവർ ഓഫ് സൈലൻസ്. അതിനെ ഈ കണ്ണുകൾ കൊണ്ട് ആർക്കും കാണാൻ സാധിക്കില്ല. ആ സയൻസിൻ്റെ മേഖലയിലുള്ളവരുടെ ബുദ്ധി പോകുന്നത് ഇവിടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന വസ്തുക്കളിൽ തന്നെയാണ്. ആത്മാക്കളെ ഈ കണ്ണുകൾ കൊണ്ട് ആർക്കും കാണാൻ സാധിക്കില്ല. മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവിനെ തന്നെ കാണാൻ സാധിക്കില്ല എന്നിരിക്കെ ബാബയെ പിന്നെ എങ്ങനെ കാണാൻ സാധിക്കും? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ഈ കണ്ണുകൾ കൊണ്ട് കാണാനാകില്ല. ഭഗവാൻ വാച, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഭസ്മമാകും. ഇത് ആരാണ് പറഞ്ഞത്? പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നു. ശ്രീകൃഷ്ണനെ വളരെയധികം ഓർമ്മിക്കുന്നു. ദിനം പ്രതിദിനം വ്യഭിചാരി ആയിക്കൊണ്ടിരിക്കുന്നു. ഭക്തിയിലും ആദ്യം ഒരു ശിവന്റെ ഭക്തി ചെയ്യുന്നു. അതാണ് അവ്യഭിചാരി ഭക്തി. പിന്നെ ലക്ഷ്മി നാരായണന്റെ ഭക്തി. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ആ ഒന്നാണ് ഈ വിഷ്ണു ആകുന്നതിൻ്റെ സമ്പത്ത് നൽകുന്നത്. നിങ്ങൾ ശിവവംശിയായ ശേഷം വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു. എപ്പോഴാണോ ആദ്യ പാഠം നല്ലവണ്ണം പഠിക്കുന്നത് അപ്പോഴാണ് മാല തയ്യാറാകുന്നത്. ബാബയെ ഓർമ്മിക്കുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. മനസ്സിനെയും ബുദ്ധിയെയും എല്ലാ ഭാഗത്തു നിന്നും മാറ്റി ഒരു ഭാഗത്ത് ചേർക്കണം. എന്തെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നുവോ അതിൽ നിന്നും ബുദ്ധിയോഗം മാറ്റൂ. ബാബു പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ഇതിൽ കുഴങ്ങിപ്പോകരുത്. ബാബ ഈ രഥത്തിൽ ഇരിക്കുകയാണ്. ആ ഒന്നിൻ്റെ മഹിമ ചെയ്യുന്നു. ആ ഒന്ന് നിരാകാരനാണ്. ഇദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് അടിക്കടി ഈ ഓർമ്മ വരുത്തുന്നു. നിങ്ങൾ മന്മനാഭവ ആയി ഇരിക്കൂ. അതിനർത്ഥം നിങ്ങൾ ഏവരുടെയും മേൽ ഉപകാരം ചെയ്യുന്നു. നിങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നവരോടും പറയുന്നു, ശിവ് ബാബയെ ഓർമ്മിച്ച് ആഹാരമുണ്ടാക്കൂ. അപ്പോൾ കഴിക്കുന്നവരുടെ ബുദ്ധി ശുദ്ധമാകും. അന്യോന്യം ഓർമ്മിപ്പിക്കണം. ഓരോരുത്തരും എത്രയെങ്കിലുമൊക്കെ സമയം ഓർമ്മിക്കുന്നു. ചിലർ അരമണിക്കൂർ ഇരിക്കുന്നു, ചിലർ 10 മിനിറ്റ് ഇരിക്കുന്നു. ശരി, 5 മിനിറ്റെങ്കിലും സ്നേഹത്തോടെ ബാബയെ ഓർമ്മിച്ചു എങ്കിൽ രാജധാനിയിൽ വരും. രാജാവും റാണിയും എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളും സ്നേഹത്തിൻ്റെ സാഗരമാകുന്നു. അതിനാൽ എല്ലാവരോടും സ്നേഹമുണ്ട്. സ്നേഹം തന്നെ സ്നേഹമാണ്. ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ കുട്ടികൾക്കും തീർച്ചയായും ഇങ്ങനെയുള്ള സ്നേഹമുണ്ടായിരിക്കും. അതിനാൽ അവിടെയും ഇങ്ങനെയുള്ള സ്നേഹം നിലനിൽക്കും. രാജാവിനും റാണിക്കും വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. കുട്ടികൾക്കും വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. സ്നേഹവും പരിധിയില്ലാത്തതാണ്. ഇവിടെയാണെങ്കിൽ സ്നേഹത്തിൻ്റെ പേരേ ഇല്ല, ഹിംസയാണ്. അവിടെ ഈ കാമകഠാരിയുടെ ഹിംസ പോലും ഉണ്ടാകുന്നില്ല. അതിനാൽ ഭാരതത്തിൻ്റെ മഹിമ അപരമപാരമാണ് എന്ന് പാടപ്പെട്ടിരിക്കുന്നു. ഭാരതം പോലെ പവിത്രമായൊരു ദേശം വേറെയില്ല. ഇത് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. ബാബ ഇവിടെ ഭാരതത്തിൽ വന്ന് സർവരുടെയും സേവനം ചെയ്യുന്നു, സർവരെയും പഠിപ്പിക്കുന്നു. മുഖ്യമായത് പഠനമാണ്. നിങ്ങളോട് ചിലർ ചോദിക്കുന്നു, ഭാരതത്തിൻ്റെ എന്ത് സേവനമാണ് ചെയ്യുന്നത്? പറയൂ. നിങ്ങൾ ഭാരതം പാവനമാകുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പതീതമാണല്ലോ. അപ്പോൾ നമ്മൾ ശ്രീമത്തിലൂടെ ഭാരതത്തെ പാവനമാക്കുന്നു. എല്ലാവരോടും പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പതീതത്തിൽ നിന്നും പാവനമായി മാറും. നമ്മൾ ഈ ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാരതം ശിരസിലെ കിരീടമായിരുന്നു. പീസും പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നു. അത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശ്രീമത്ത് അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഈ വാക്കുകൾ പൂർണ്ണമായും ഓർമ്മിക്കൂ. വേൾഡ് പീസ് ഉണ്ടാകണം എന്ന്
മനുഷ്യർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ വാച, ബാബ കുട്ടികളായി നമുക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഇതും ബാബ അറിയുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ബാബയെ ഓർമ്മിക്കുന്നൊന്നുമില്ല. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ കർമാതീത അവസ്ഥ വരുന്നത്. നിങ്ങൾക്ക് സ്വദർശന ചക്രധാരി ആകേണ്ടതുണ്ട്. ഇതിൻ്റെ അർത്ഥവും ആരുടെയും ബുദ്ധിയിലില്ല. ശാസ്ത്രങ്ങളിലാണെങ്കിൽ എത്ര കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്തെല്ലാം പഠിച്ചുവോ അതെല്ലാം മറക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. അതുതന്നെയാണ് കൂടെ വരുന്നത്. മറ്റൊന്നും കൂടെ വരില്ല. ഇത് ബാബയുടെ പഠനമാണ്. അതാണ് കൂടെ വരേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികളെയും നിസ്സാരമായി കരുതരുത്. എത്ര ചെറിയവരാണോ അത്രയും വളരെയധികം പേര് വരുത്തുവാൻ സാധിക്കും. ചെറിയ ചെറിയ പെൺകുട്ടികളിരുന്ന് വലിയ വലിയ വൃദ്ധർക്ക് മനസ്സിലാക്കിക്കുകയാണെങ്കിൽ അത്ഭുതം ചെയ്തു കാണിക്കും. അവരെയും തനിക്ക് സമാനമാക്കണം. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ റെസ്പോൺസ് നൽകാൻ സാധിക്കും വിധത്തിൽ തയ്യാറാകൂ. പിന്നെ എവിടെയെല്ലാം സെൻറ്റേഴ്സ് ഉണ്ടോ അഥവാ മ്യൂസിയം ഉണ്ടോ അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കണം. ഇങ്ങനെ ഗ്രൂപ്പ് തയ്യാറാക്കൂ. ടൈം, ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുന്നതിനുള്ള ടൈം ഇത് തന്നെയാണ്. വലിയ വൃദ്ധർക്കും ചെറിയ കുമാരിമാർ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്ഭുതമാണ്. നിങ്ങൾ ആരുടെ സന്താനമാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയൂ, നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. ആ ഒന്ന് നിരാകാരനാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പഠനത്തിലൂടെ തന്നെയാണ് നമുക്ക് ഈ ലക്ഷ്മി നാരായണൻ ആകേണ്ടത്. സത്യയുഗത്തിൻ്റെ ആദിയിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നല്ലോ. ഇവരെ ആരാണ് ഇങ്ങനെ ആക്കിയത്? തീർച്ചയായും ഇങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ടാകുമല്ലോ. ബാബ ഇരുന്ന് കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതി കേൾപ്പിക്കുന്നു. ശിവ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് പിതാവും ടീച്ചറും ഗുരുവുമാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മുഖ്യമായി ഒരു കാര്യത്തിൽ തന്നെ നിർത്തി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആദ്യം അൽഫിനെ കുറിച്ച്. അൽഫിനെ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയില്ല. അൽഫിനെ മനസ്സിലാക്കാതെ നിങ്ങൾ മറ്റുള്ള ചിത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കുകയാണെങ്കിൽ തല കേടാക്കും. ആദ്യത്തെ കാര്യം അൽഫിൻ്റേതാണ്. നമ്മൾ ശ്രീമത്തനുസരിച്ച് നടക്കുന്നു. അൽഫിനെ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഈ ചിത്രങ്ങളിലും മറ്റും എന്താണ് കാണുവാനുള്ളത്? നമ്മൾ അൽഫിനെ അറിഞ്ഞതിലൂടെ സർവ്വതും മനസ്സിലാക്കി കഴിഞ്ഞു. ഭിക്ഷ ലഭിച്ചു, ഇവർ പോയി. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഭിക്ഷ നൽകുന്നു. ബാബയുടെ പരിചയം നൽകുന്നതിലൂടെ തന്നെ ബാബയെ എത്ര ഓർമ്മിക്കുമോ അപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്നതിനായി ഉള്ളിൽ ബാബ ബാബ എന്ന ഉത്സാഹം വന്നുകൊണ്ടിരിക്കണം. ബലപൂർവമല്ല, താല്പര്യത്തോടെ ബാബയെ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കൂ. ബുദ്ധി എല്ലാ ഭാഗത്തിൽ നിന്നും മാറ്റി ഒന്നിൽ യോജിപ്പിക്കൂ. ഏതുപോലെ ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്, അതേപോലെ ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ സാഗരമാകണം. എല്ലാവരുടെ മേലും ഉപകാരം ചെയ്യണം. ബാബയുടെ ഓർമ്മയിലിരിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ വരുത്തണം. വരദാനം: ശാന്തിയുടെ ശക്തിയുടെ സാധനങ്ങളിലൂടെ വിശ്വത്തെ ശാന്തമാക്കുന്ന ആത്മീയ ശസ്ത്രധാരിയായി ഭവിക്കട്ടെ. ശാന്തിയുടെ ശക്തിയുടെ ഉപാധിയാണ് ശുഭസങ്കല്പം, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷ. ഏതുപോലെ വായ്കൊണ്ടുള്ള ഭാഷയിലൂടെ ബാബയുടെയും രചനയുടെയും പരിചയം നൽകുന്നുവോ അതേപോലെ ശാന്തിയുടെ ശക്തിയുടെ ആധാരത്തിൽ നയനങ്ങളുടെ ഭാഷയിലൂടെ, നയനങ്ങളിലൂടെ
ബാബയുടെ അനുഭവം ഉണ്ടാക്കിക്കാൻ സാധിക്കും. സ്ഥൂലമായ സേവനത്തിൻ്റെ സാധനങ്ങളെക്കാൾ കൂടുതൽ സൈലൻസിൻ്റെ ശക്തി അതിശ്രേഷ്ഠമാണ്. ഇതാണ് ആത്മീയ സേവനത്തിൻ്റെ വിശേഷ ശസ്ത്രം. ഈ ശസ്ത്രത്തിലൂടെ അശാന്തമായ വിശ്വത്തെ ശാന്തമാക്കുവാൻ സാധിക്കും. സ്ലോഗൻ: നിർവിഘ്നമായി ഇരിക്കുക, നിർവിഘ്നമാക്കുക. ഇതുതന്നെയാണ് സത്യമായ സേവനത്തിൻ്റെ തെളിവ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാബ്ദാദയുടെ വരദാനി ദൃഷ്ടി
എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാപ്ദാദയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു.
പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.